ഞാൻ 1988 സുവിശേഷവരിക്കായി. പാസ്റ്ററുടെ പേര്? എൻ്റെ പേര് എൽദോസ് കുര്യാക്കോസ്. ഞാൻ 1982 സുവിശേഷവരിക്കായി കുടുംബമായി നാട്ടിൽ നിന്ന് പോകുന്നു. ഏതാണ്ട് 23 കൊല്ലത്തോളമായി 33 കൊല്ലത്തോളമായി സുവിശേഷവേദനായിട്ട് IPC തിരുവമ്പാടി സെൻറ്ററിൽ, കോഴിക്കോട് തിരുവമ്പാടി സെൻറ്ററിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. തോട്ടുമുക്കുന്ന സ്ഥലത്ത് ചർച്ച ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 2020 ഓഗസ്റ്റ് മാസം 20-ാം തീയതി സ്ട്രോക്ക് വന്നു. എൻ്റെ ഇടതുവശവും തളർന്ന്, കാലും കൈയും തളർന്ന് എനിക്ക് കാലുകൊണ്ട് നടക്കാൻ പാടില്ല, കൈ അനക്കാൻ പാടില്ലാത്ത അവസ്ഥയിലായി. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് സെൻറ്ററിൽ നിന്ന് 1 വർഷത്തേക്ക് ലീവ് വന്ന ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് താമസിക്കാൻ വീടില്ല, സ്വന്തമായിട്ട് വീടുമില്ല, സ്ഥലവുമില്ല. എൻ്റെ മോളിവിടെ പെരുന്തൽമണ്ണ എന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. മോളുടെ വീട്ടിലാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുക. ഇത് വാടകയ്ക്കല്ലേ? അവരും വാടകയ്ക്കാണ് താമസിക്കുക. അവർക്കും സ്വന്തം വീടില്ലാത്തവരാണ്, ഞങ്ങൾക്കും സ്വന്തം വീടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ വീടില്ലാത്ത വിഷമം ഇപ്പോഴാണ് ശരിക്കറിയുന്നത്. അപ്പോൾ തുടർന്ന് ചികിത്സിക്കുന്ന ആയതുകൊണ്ട്, പക്ഷേ ചികിത്സിക്കാൻ കാശില്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ എന്നെ ചികിത്സയ്ക്ക് സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുക. പാസ്റ്റർ 33 വർഷം പിന്നെ ഈ 33 വർഷം IPCയിലായിരുന്നോ? അല്ല, ഞങ്ങൾ ഗോസ്പൽ നാഷണലാണ് ആദ്യം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. 23 കൊല്ലത്തോളം 25 കൊല്ലത്തോളം അതിനകത്ത് പ്രവർത്തിച്ചു. അതിനുശേഷം ഈ IPC വന്നിട്ട് 8ാമത്തെ കൊല്ലം. ഓക്കെ. അപ്പോൾ പാസ്റ്ററുടെ ശരീരത്തിൻ്റെ സ്ഥിതി എന്താ? എൻ്റെ ഇടതുവശം തളർന്ന് കാലും കൈ അനക്കാൻ കഴിയുന്നില്ല. ഓക്കെ. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കടപ്പിലാണ്. താമസിക്കാൻ സ്വന്തമായിട്ട് വീടില്ല. ഇപ്പം എൻ്റെ മോളുടെ വീട്ടിലാണ്. മോളും കുടുംബം വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഒരു മോനുണ്ട്, മോനും വാടകയ്ക്ക് താമസിക്കുന്നു. ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററുടെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസങ്ങൾ വരുത്തും. പാസ്റ്റർ എവിടേക്കാണ് കർത്താവിൻ്റെ വേല ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ? ഞങ്ങൾ ഇടുക്കിയിൽ ചെറുതോണി, അടിമാലിക്കടുത്ത്, ഇടുക്കിയിൽ ചെറുതോണി എന്ന സ്ഥലത്ത് ചെയ്തു. അവർ അടിമാലിക്കടുത്ത് ചെയ്തു. പിന്നെ അവിടെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ജില്ലയിൽ ഉടുമലപ്പേട്ടയിൽ നിന്ന് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടിനടുത്ത്, കാഞ്ഞങ്ങാട് നിന്ന് വയനാട്ടിലാണ്ട് പല സ്ഥലങ്ങളിലും ചെയ്തു. 12 വർഷം വയനാട്ടിലായിരുന്നു. പിന്നെ അവിടുന്ന് നീലഗിരി ജില്ല, തമിഴ്നാട്ടിൽ തന്നെ. പിന്നെ മലപ്പുറം, കോഴിക്കോട്, അതുപോലെ ഈ ഭാഗങ്ങളിലൊക്കെ പ്രധാന വേല ചെയ്തു. തമിഴ്നാട്ടിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? തമിഴ്നാട്ടിൽ 2.5 വർഷം. 5 കൊല്ലം. 5 വർഷം ഉണ്ടായിരുന്നല്ലേ? പാസ്റ്റർക്ക് ഏത് ബാങ്കിൽ, പിന്നെ ആരുടെ പേരിൽ അക്കൗണ്ട്? അക്കൗണ്ട് ഭാര്യയുടെ പേരിൽ. ഭാര്യയുടെ പേരിലാണ്. എന്താ പേര്? പുഷ്പമ എൽദോസ്. അത് പിന്നെ അക്കൗണ്ട് ഏത് ബാങ്കാ? കാനറ ബാങ്ക്. ബ്രാഞ്ച് ഏതാ? കരിങ്കല്ലത്താണി അല്ലേ? ഓക്കെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. പ്രിയ എൽദോസ് കുര്യാക്കോസ് പാസ്റ്റർ എനിക്ക് മലബാറിൽ വെച്ചറിയാം. ഞാൻ IPC കൽപ്പറ്റ സെൻട്രലായിരിക്കുന്ന സമയത്ത് പ്രിയ കർത്തദാസിനെ തിരുവമ്പാടി സെൻട്രലിൽ വെച്ച് പല പ്രാവശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പല മീറ്റിങ്ങിനും ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ടെന്നാൽ തന്നെ പെട്ടെന്ന് രോഗിയായിട്ട് മാറി. എത്ര വയസ്സുണ്ട് ഇപ്പോൾ? 61 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ വളരെ പെട്ടെന്ന് രോഗിയായിട്ട് മാറിയ ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തിന് നമ്മൾ കേട്ടതുപോലെ സ്വന്തമായിട്ട് വീടോ വസ്തുവോ ഒന്നുമില്ല. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുടെ ഭവനത്തിൽ മാറി മാറി താമസിക്കുകയാണ്. ഒരു മോനും മോളുമാണല്ലോ ഉള്ളത്. ഈ കർത്തദാസിനെ നമുക്ക് സഹായിക്കണം. ഇനി തുടർന്നുള്ള ചികിത്സയ്ക്ക് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലൂടെ പോകുന്നു. അദ്ദേഹത്തിന് പൈസ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ചികിത്സകളൊക്കെ മുടങ്ങിയിരിക്കുകയാണ്. ഇനി മുന്നോട്ട് ചികിത്സയ്ക്ക് വേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥനയും സാമ്പത്തികമായ സഹായങ്ങളും കൈത്താങ്ങലും ഒക്കെ ഉണ്ടായിരിക്കണമെന്നുള്ള കാര്യം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് കർത്താവിന് വേണ്ടി ആണ് നമ്മൾ നൽകുന്നത്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി 33 വർഷം വേല ചെയ്ത പ്രിയ കർത്തദാസൻ സ്വന്തമായൊരു വീടില്ലാതെ, 1 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാതെ രോഗിയായിട്ട് ഈ 61-ാമത്തെ വയസ്സിൽ
വളരെ ദീർഘനിശ്വാസത്തോടെ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ കർത്തദാസിനെയും കുടുംബത്തെ നമുക്ക് ഓർക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കരങ്ങൾ ഈ കാര്യത്തിൽ നീട്ടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അറിയേണ്ടതിന് 9745920074 എന്നീ നമ്പറിലോ 9388898993 എന്നീ നമ്പറിലോ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കാം. അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. ദേവദാസിന് ചികിത്സയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പം ഞങ്ങൾ വളരെ അലട്ടുന്നുണ്ട്. കൂടാതെ ഇതുവരെ ഞങ്ങൾ വീടില്ലാത്തൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഇതുവരെ അലട്ടിയിരുന്നില്ല. ഓരോ പേഴ്സണേജ് മാറി മാറി താമസിക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് ഞങ്ങൾ അലട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കർത്താവിൻ്റെ രോഗിയായി തീരുന്നത് മുഖാന്തരമായി താമസിക്കുവാൻ സ്വന്തമായൊരു ഭവനമില്ലാത്ത ഞങ്ങളെ വളരെ ഭാരപ്പെടുത്തുന്നുണ്ട്. ഈ രണ്ട് വിഷയമാണ് ഞങ്ങളെ ഇപ്പോൾ കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ചികിത്സയ്ക്കുള്ള സാമ്പത്തികവും ഞങ്ങൾ താമസിക്കുവാൻ സ്വന്തമായൊരു ഭവനം. ഇത് മാത്രമാണ് ഞങ്ങളെ ഇപ്പോൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞങ്ങളെ അലട്ടുന്ന ഒരു വിഷയങ്ങൾ. ഓക്കെ, ദൈവം ഈ വിഷയത്തിനകത്തൊരു പരിഹാരം തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവമക്കൾ പാസ്റ്റർ കുടുംബത്തെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കപ്പം എങ്ങനെയാണ് നടക്കുന്നത്? വടിയിടിച്ചാണല്ലേ? വടിയിടിച്ച. അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് സ്വാധീനമുണ്ടോ? മറ്റേ എവിടേക്കാണ് സ്വാധീനം ഇല്ലാത്ത? ഇടതുവശം കംപ്ലീറ്റ് സ്വാധീനമില്ലല്ലേ? ഓക്കെ 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 കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കും. വേണ്ട കുഴപ്പമില്ല.